PHC കരിയർ ഗൈഡൻസ് ഓൺലൈൻ 2ാം വർഷ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഖരവസ്തുക്കളുടെ സവിശേഷതകൾ, അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ തമ്മിലുള്ള താരതമ്യം എന്നിവയാണ് പഠിച്ചത്. അമോർഫസ് സോളിഡിനെ എന്ത് പേരിലാണ് വിളിച്ചത്? സൂപ്പർ കൂൾ ലിക്വിഡ് അഥവാ അതിശീതീകൃത ദ്രാവകങ്ങൾ. എന്താണ് കാരണം? ഇവയ്ക്ക് ഒഴുകാനുള്ള പ്രവണതയുണ്ട്. വളരെ സാവധാനമാണെന്ന് മാത്രം. ഉദാഹരണത്തിന്, പഴയ കെട്ടിടങ്ങളുടെ ജനലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്ലാസ് പാളികളുടെ അടിഭാഗം മുകൾ ഭാഗത്തേക്കാൾ അല്പം കനം കൂടിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം? ഗ്ലാസ് ഫിക്സ്ഡ് ടു ദ വിൻഡോസ് ഓഫ് ഓൾ ബിൽഡിംഗ്സ് ആർ found to be slightly thickened at the bottom than at the top. മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് അടിഭാഗം താരതമ്യേന കട്ടി കൂടിയിരിക്കുന്നു. കാരണമെന്ത്? നമുക്കറിയാം, ഗ്ലാസ് ഒരു അതിശീതീകൃത ദ്രാവകം അഥവാ സൂപ്പർ കൂൾ ലിക്വിഡാണ്. വേറൊതിൽ പറഞ്ഞാൽ ഇതൊരു അമോർഫസ് സോളിഡാണ്. അതുകൊണ്ട് അതിന് ഒഴുകാനുള്ള പ്രവണതയുണ്ട്. ദിസ് ഇസ് ബിക്കോസ് glass is an amorphous solid or supercooled liquid and it has a tendency to flow. അമോർഫസ് സോളിഡിനെ ചൂടാക്കിയാൽ ഒരു പ്രത്യേക താപനിലയിൽ അത് പരൽ രൂപത്തിലാകും അഥവാ ക്രിസ്റ്റലൈൻ സോളിഡ് ആകും. ഉദാഹരണത്തിന്, പുരാതന സംസ്കാര അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ ഗ്ലാസ് വസ്തുക്കൾ പാൽ നിറത്തിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? Some glass objects from ancient civilizations are found to be milky. Why? നമുക്കറിയാം, വളരെയധികം നാള് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ടെമ്പറേച്ചറിന്റെ ഒരു കെമിക്കൽ ഇഫക്റ്റിന്റെ ഫലമായി ഇവയിൽ കുറച്ച് പരൽ രൂപീകരണം നടക്കുന്നു. അങ്ങനെ ചെറിയ തോതിൽ പരൽ രൂപീകരണം അഥവാ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇത് പാൽ നിറത്തിൽ കാണപ്പെടാനുള്ള കാരണം. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സം ക്രിസ്റ്റലൈസേഷൻ. വാട്ട് ആർ കോൾഡ് പോളിമോർസ്. എന്താണ് പോളിമോർസ്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘടനയിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് പോളിമോർസ്. ഉദാഹരണം, ഡയമണ്ട് ആൻഡ് ഗ്രഫൈറ്റ്. ഇത് കാർബണിന്റെ 2 പോളിമോർസ് ആണ്. ഇവ രണ്ടിലും കാർബണിന്റെ ക്രമീകരണം വ്യത്യസ്തമാണ്. ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റവും വീണ്ടും 4 കാർബൺ ആറ്റവുമായിട്ട് കോവനലി ബോണ്ടഡ് ആണ്. ഈ കാർബൺ വീണ്ടും 4 കാർബൺ, അങ്ങനെ ഓരോ കാർബണും 4 കാർബണുമായിട്ട് ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു റിജിഡ് 3 ഡയമെൻഷണൽ ടെട്രാഹീഡ്രൽ നെറ്റ്വർക്കാണ് ഡയമണ്ടിനുള്ളത്. ഡയമണ്ടിലെ ഓരോ കാർബൺ ആറ്റത്തിലെയും 4 സംയോജക ഇലക്ട്രോണുകളും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഒരു കാർബണിലും ഇല്ല. ഇങ്ങനെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ ഡയമണ്ടിന് വൈദ്യുതചാലകത ഇല്ല. ഇതൊരു ഇൻസുലേറ്ററായി മാറുന്നു. ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റങ്ങളെ വ്യത്യസ്ത പാളികളായി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ പാളിയിലെയും ഓരോ കാർബൺ ആറ്റവും അടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓരോ ആറ്റത്തിലെയും 4ാമത്തെ സംയോജക ഇലക്ട്രോൺ വ്യത്യസ്ത പാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവ സ്വതന്ത്രമായി ചലിക്കുന്നു. ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഗ്രാഫൈറ്റിനെ ഒരു നല്ല വൈദ്യുത ചാലകമാക്കി മാറ്റുന്നു. വ്യത്യസ്ത കാർബൺ പാളികൾ മറ്റൊന്നിനു മേൽ തെന്നി നീങ്ങുന്നതിനാൽ ഗ്രാഫൈറ്റ് വളരെ സോഫ്റ്റാണ്. ഇതുകൊണ്ട് തന്നെ ഇതൊരു ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് പോളിക്രിസ്റ്റലൈൻ സോളിഡ്? വാട്ട് ആർ കോൾഡ് പോളിക്രിസ്റ്റലൈൻ സോളിഡ്? ചില സോളിഡ് നമ്മൾ നോക്കുമ്പോൾ അമോർഫസ് ആണെന്ന് തോന്നുമെങ്കിലും അതിന് ചെറിയ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളിക്രിസ്റ്റലൈൻ സോളിഡ്. സം സോളിഡ്സ് വിച്ച് ആർ apparently appear amorphous but have microcrystalline structure are called polycrystalline solids. Example, metal.
ഇനി അമോർഫസ് സിലിക്കന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ ഫോർ ദ കൺവേർഷൻ ഓഫ് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. സൂര്യപ്രകാശത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയലായിട്ട് സിലിക്കന്റെ അമോർഫസ് ഫോം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, അമോർഫസ് സിലിക്കൺ ഈസ് ദ ബെസ്റ്റ് ഫോട്ടോ വോൾട്ടായിക് മെറ്റീരിയൽ ഫോർ ദ കൺവേർഷൻ ഓഫ് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഇനി ഗ്ലാസും കോഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്ലാസ് അമോർഫസ് ആണ്, എന്നാൽ കോഡ്സ് ക്രിസ്റ്റലൈൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പരൽ രൂപത്തിലുള്ള ഖരപദാർത്ഥങ്ങളുടെ വർഗീകരണം. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ ഘടകകണികളുടെ സ്വഭാവം, അവ തമ്മിലുള്ള ആകർഷണബലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ പൊതുവിൽ 4 തരംതിരിക്കാം. 1. അയോണിക് സോളിഡ്. 2. മോളിക്കുലർ സോളിഡ്. 3. കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. 4. മെറ്റാലിക് സോളിഡ്. സാധാരണ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡിലെ ഘടകകണികളുടെ പേരെഴുതാൻ ചോദിക്കാം. അതല്ലെങ്കിൽ അവയിലെ ആകർഷണബലം അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണെന്ന് ചോദിക്കാം. ആദ്യമായി, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ ഘടകകണികകൾ വിപരീത ചാർജുള്ള അയോണുകൾ അഥവാ കാറ്റയോണും ആനയോണും ആണെന്നിരിക്കട്ടെ. പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള ആനയോൺ ആണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് അയോണിക് സോളിഡ്. വിപരീത ചാർജുള്ള അയോണുകൾ ആയതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ വളരെ ഉയർന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ അഥവാ കുളംബിക് ഫോഴ്സ് വഴിയാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഉയർന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഉയർന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഇവിടുത്തെ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ ഖരാവസ്ഥയിൽ ഇവയിൽ സ്വതന്ത്ര അയോണുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവ ഒരു ബാഡ് കണ്ടക്ടറാണ്, അഥവാ വൈദ്യുത ചാലകത ഇല്ല. വിപരീത ചാർജുകൾ തമ്മിൽ ഉള്ള ഈ ബൈൻഡിങ്ങിനെ നമുക്ക് ചുരുക്കി അയോണിക് ബോണ്ട് എന്ന് വിളിക്കാം. ഈ സോളിഡിനെ അയോണിക് സോളിഡ് എന്ന് വിളിക്കുന്നു. അയോണിക് ബോണ്ട് വഴിയാണ് ഇവിടെ ബന്ധനം. ഉദാഹരണത്തിന് NaCl, സോഡിയം അയോണും Cl-, വിപരീത ചാർജുകളുള്ള അയോണുകൾ, ഇവ തമ്മിൽ അയോണിക് ബോണ്ട് വഴിയാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് K+NO3-. ഏത് ക്രിസ്റ്റലൈൻ സോളിഡിലാണോ ഘടകകണികകൾ മോളിക്യൂളായിട്ട് വരുന്നത് അതിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ സോളിഡ്സ്. എന്നാൽ മോളിക്യൂളിന്റെ സ്വഭാവം അനുസരിച്ച് ഇവയെ വീണ്ടും 3 തരംതിരിക്കാം. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്, അപ്പോൾ അവിടെ ഘടകകണികൾ നോൺ പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്കുലർ സോളിഡ്, അപ്പോൾ അവിടെ ഘടകകണികൾ പോളാർ മോളിക്യൂൾ. നമ്പർ 3 ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്, അവിടെയും ഘടകകണികൾ പോളാർ മോളിക്യൂൾ. പക്ഷേ ഇവയിലുള്ള ആകർഷണബലം അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് വ്യത്യസ്തമാണ്. ഇപ്പൊ നോൺ പോളാർ മോളിക്യൂൾ നമുക്കറിയാം, അയഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇനർട്ട് ഗ്യാസ് പോലെയുള്ള മോളിക്യൂൾ പൊളാരിറ്റി ഇല്ലാത്തവയാണ്. ഇത്തരത്തിലുള്ള 2 മോളിക്യൂൾ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഒരു മിനിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ആ മിനിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ കഴിഞ്ഞ വർഷം വിളിച്ച പേരാണ് വാൻഡർവാൾ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്. എന്താ വിളിച്ചത്? വാൻഡർവാൾ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്. ഇപ്പൊ നോൺ പോളാർ മോളിക്കുലർ സോളിഡ് എന്താണ്? ഏത് ക്രിസ്റ്റലൈൻ സോളിലാണോ ഘടകകണികൾ നോൺ പോളാർ മോളിക്കുളായി വരുന്നതും അവ തമ്മിൽ ഏറ്റവും കുറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണബലം വാൻഡർവാൾ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഉള്ളത്, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്. എന്നാൽ HCl, SO2 മോളിക്യൂളിന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ മോളിക്യൂളിന്റെ ഒരു സൈഡ് പോസിറ്റീവ് പോളറൈസ്ഡ് ആയിരിക്കും, വേറൊരു സൈഡ് നെഗറ്റീവ്ലി പോളറൈസ്ഡ് ആയിരിക്കും. കാരണം ഇലക്ട്രോണിക് ഡിഫറൻസ് ഉണ്ട് ഷെയർ ചെയ്യുന്ന ആറ്റങ്ങൾ തമ്മിൽ. അപ്പോൾ ഷെയർഡ് ഇലക്ട്രോൺ
ഇലക്ട്രോണെറ്റ് കൂടിയ ആറ്റത്തിന്റെ അടുത്തേക്ക് മാറി നിൽക്കും. അപ്പോൾ ഇലക്ട്രോണെറ്റ് കൂടിയ ആറ്റത്തിന് നെഗറ്റീവ് പൊളാരിറ്റി, മറ്റേ ആറ്റത്തിന് താരതമ്യേന ഒരു ചെറിയ പോസിറ്റീവ് പൊളാരിറ്റിയും ഉണ്ടാവും. ഇവിടെ Cl മൈനസ് ഒരു ചെറിയ നെഗറ്റീവ് പൊളാരിറ്റി, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ക്ലൗഡ് എച്ചിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ എച്ച് ആറ്റത്തിന് ഒരു ചെറിയ പോസിറ്റീവ് പൊളാരിറ്റി. അതുപോലെ ഇവിടെ. അപ്പോൾ ഇത്തരം മോളിക്യൂൾ സോളിഡ് സ്റ്റേറ്റിൽ വളരെ അടുത്തടുത്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു മോളിക്യൂൾ നെഗറ്റീവ് പോളറൈസ് സൈഡ് മറ്റേ മോളിക്യൂളിന്റെ പോസിറ്റീവ് പോളറൈസ് സൈഡുമായിട്ട് എന്ത് ചെയ്യും? ഒരു അഡീഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. കാരണം ഇത്തരം മോളിക്യൂളിന് ഒരു പെർമനന്റ് ഡൈപോൾ ഉണ്ട്. അപ്പോൾ ഈ അട്രാക്ഷനെ നമ്മൾ വിളിച്ച പേരാണ് ഡൈപോൾ ഇന്ററാക്ഷൻ. അപ്പോൾ പോളാർ മോളിക്യൂളിലെ അഡീഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഡൈപോൾ ഇന്ററാക്ഷൻ. അങ്ങനെയുള്ള ക്രിസ്റ്റലൈൻ സോളിഡിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്കുലർ സോളിഡ്സ്. ഉദാഹരണത്തിന് HCl, SO2 മോളിക്യൂൾ എല്ലാം പോളാർ ആണ്. അതുകൊണ്ട് ഇവ തമ്മിലുള്ള ആകർഷണ ബലം ഡൈപോൾ ഇന്ററാക്ഷൻ. അത്തരത്തിലുള്ള പോളാർ മോളിക്യൂൾ ഘടകകണികളായി വന്നു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലൈൻ സോളിഡിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്കുലർ സോളിഡ്. ഇനി ചില മോളിക്യൂളിൽ ഹൈഡ്രജൻ ആറ്റത്തോടൊപ്പം ഇലക്ട്രോണെറ്റ് കൂടിയ ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ തുടങ്ങിയ ചെറിയ ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ബോണ്ടിന്റെ പൊളാരിറ്റി താരതമ്യേന വളരെ കൂടുതലാണ്. HF ബോണ്ട്, HO ബോണ്ട്, HN ബോണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇലക്ട്രോണിന്റെ കൂടിയ ആറ്റത്തിന് ചെറിയ നെഗറ്റീവ് പൊളാരിറ്റി, ഇവിടെ ഹൈഡ്രജന് പോസിറ്റീവ് പൊളാരിറ്റി. അപ്പോൾ ഇത്തരം മോളിക്യൂൾ അടുത്തടുത്ത് വരുമ്പോൾ H atom of one molecule will interact with the fluorine or oxygen or nitrogen atom of another molecule. ഇവിടെ H ആറ്റത്തിന് പോസിറ്റീവ് പൊളാരിറ്റിയും ചെറിയൊരു പോസിറ്റീവ് പൊളാരിറ്റി, ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ ചെറിയൊരു നെഗറ്റീവ് പൊളാരിറ്റിയുമാണുള്ളത്. ഈ മോളിക്യൂൾ അടുത്തടുത്ത് വരുമ്പോൾ പോസിറ്റീവ് പൊളറൈസ്ഡ് ഹൈഡ്രജനും നെഗറ്റീവ് പൊളറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂറിനോ ഓക്സിജനോ അല്ലെങ്കിൽ നൈട്രജനോമായിട്ട് ഒരു വളരെ ഉയർന്ന ഒരു ഡൈപോൾ ഇന്ററാക്ഷൻ വരും. ഇതിനെ നമ്മളൊരു സ്പെഷ്യൽ പേരിലാണ് കഴിഞ്ഞ വർഷം വിളിച്ചത്. ഇതിന്റെ പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ മോളിക്കുലർ സോളിഡിനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്? ഒരു ക്രിസ്റ്റലൈൻ സോളിഡിലെ ഘടകകണികൾ പോളാർ മോളിക്യൂളും അവ തമ്മിലുള്ള ആകർഷണ ബലം ഹൈഡ്രജൻ ബോണ്ടും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്. ഉദാഹരണത്തിന് വാട്ടറിന്റെ സോളിഡ് ഫോം ഐസ്, അതുപോലെ NH3 സോളിഡ്, ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. ചില ക്രിസ്റ്റലൈൻ സോളിഡിൽ ഘടകകണികൾ ആറ്റങ്ങളായി വരാം. അങ്ങനെ ആറ്റങ്ങളായി വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ബൈൻഡ് ചെയ്യപ്പെടുന്നത് കോവലന്റ് ബോണ്ട് വഴിയാണ്. ഒരാറ്റം തൊട്ടടുത്ത ആറ്റമായിട്ട് ഇലക്ട്രോണെ പങ്കുവച്ച് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ കോവലന്റ് ബോണ്ട് വഴി കണക്ട് ചെയ്ത് പോകും. ഉദാഹരണത്തിന് നമ്മൾ ഡയമണ്ട് ഗ്രാഫൈറ്റ് സ്ട്രക്ചർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. സിലിക്കൺ കാർബൈഡ് സിലിക്കയുടെ സ്ട്രക്ചറും കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഒരു സിലിക്കണിന് 4 വാലൻസിയാണുള്ളത്, കാർബൺ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പം ആ 4 വാലൻസിക്ക് വേണ്ടി 4 ഓക്സിജനുമായിട്ട് ചേരും. കോവലന്റ് ബോണ്ട് വഴി ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു. ഈ ഓക്സിജന് 2 വാലൻസി ഉണ്ട്. അപ്പം രണ്ടാമത്തെ ഇലക്ട്രോണെ ഷെയർ ചെയ്യാൻ അടുത്ത സിലിക്കണുമായിട്ട് ചേരും. ആ സിലിക്കൺ വീണ്ടും 4 ഓക്സിജനുമായിട്ട് ചേരും. മൊത്തത്തിൽ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു നെറ്റ്വർക്കായി ഇങ്ങനെ പോകും. ഈ ഓക്സിജൻ വീണ്ടും സിലിക്കൺ, ആ സിലിക്കൺ വീണ്ടും ഓക്സിജൻ, ഈ ഓക്സിജൻ വീണ്ടും സിലിക്കൺ, അത് വീണ്ടും ഓക്സിജനുമായിട്ട് ചേരും. ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 3 ഡയമെൻഷണൽ രീതിയിൽ ഒരു ത്രിമാന തലത്തിൽ ക്രമീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ കോവലന്റ് സോളിഡിനെ നമുക്ക് നെറ്റ്വർക്ക് സോളിഡ് എന്നും വിളിക്കാം. അപ്പോൾ എന്താണ് കോവലന്റ് സോളിഡ് ഓർ നെറ്റ്വർക്ക് സോളിഡ്? Crystalline solid in which the constant particles are atoms and are held together by covalent bond. ഏത് ക്രിസ്റ്റലൈൻ സോളിലാണോ ഘടകകണികൾ ആറ്റങ്ങളായി വരുന്നത് അവ കോവലന്റ് ബോണ്ട് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോവലന്റ് സോളിഡ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. ഇനി ചില ക്രിസ്റ്റലൈൻ സോളിഡിൽ ക്രമമായ ഒരു കൂട്ടം പോസിറ്റീവ് അയോണുകളും അവയെ ചുറ്റുന്നതും പിടിച്ചു നിർത്തുന്നതുമായ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ ഒരു സാഗരവും ചേർന്നതാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റൽസ്. അതുകൊണ്ട് അവയുടെ ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് സോളിഡ്സ്. അപ്പോൾ മെറ്റാലിക് സോളിൽ ഘടക കണികകൾ ആരൊക്കെയാണ്? പോസിറ്റീവ് മെറ്റൽ അയോൺ ആൻഡ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇങ്ങനെ സ്വതന്ത്രമായി ഒരു സാഗരം പോലെ കിടക്കുന്നു, ഫ്രീ ആയി. അതിനകത്ത് പോസിറ്റീവ് മെറ്റൽ അയോൺ അഥവാ മെറ്റൽ കെണൽ ഇങ്ങനെ ക്രമമായി ക്രമീകരിച്ചിരിക്കും.
ഇവ തമ്മിലൊരു ആകർഷണ ബലമുണ്ട് അല്ലേ? ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ അയോണിക് സോളിൽ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ ആനയോൺ അല്ല, മറിച്ച് ഇലക്ട്രോൺ ആണ്. മറ്റിടത്ത് ആനയോണും കാറ്റിയോണും, ഇവിടെ കാറ്റിയോണും ഇലക്ട്രോണുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ബൈൻഡിങ് എന്ന് പറയുന്ന മെറ്റലിൽ മാത്രമേ ഉള്ളൂ, ഈ തരത്തിൽ. അതുകൊണ്ട് ഈ ബന്ധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ബോണ്ട്. അതുകൊണ്ട് ഇത്തരം ക്രിസ്റ്റലൈൻ സോളിഡിനെ എന്ത് പേരിൽ വിളിക്കാം? മെറ്റാലിക് സോളിഡ്. എല്ലാ മെറ്റൽസും അലോയിസും ഇതിന് എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? ചലിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിൽ മെറ്റൽസിന് കണ്ടക്ടിവിറ്റി ഉണ്ട്. അതായത് മെറ്റാലിക് സോളിഡിന് താപ വൈദ്യുത ചാലകതയുണ്ട്. അതിന് കാരണം ഇത്തരത്തിലുള്ള സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട ഭൗതിക ഗുണങ്ങൾ എന്താണ്? ഇവയെ അടിച്ചു പരത്താവുന്നതും അഥവാ മാലിബിൾ, വലിച്ചു നീട്ടാവുന്നതുമാണ്, ഡക്ടൈലുമാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ നാലായി തരംതിരിച്ചു: അയോണിക് സോളിഡ്, മോളിക്കുലർ സോളിഡ്, കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ് ആൻഡ് മെറ്റാലിക് സോളിഡ്. ഇനി സാധാരണ ചോദിക്കാവുന്ന വേറൊരു ചോദ്യം, അയോണിക് സോളിഡും മെറ്റാലിക് സോളിഡും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി അതുപോലെ ഡിസിമിലാരിറ്റിയാണ്. എന്താണ് സിമിലാരിറ്റി? നമ്മൾ കണ്ടത് രണ്ടിടത്തും വിപരീത ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. അയോണിക് സോളിഡിൽ അത് പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോണും നെഗറ്റീവ് ചാർജുള്ള ആനയോണും. മെറ്റാലിക് സോളിഡിൽ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോണും നെഗറ്റീവ് ചാർജുള്ള സ്വതന്ത്ര ഇലക്ട്രോണും. അതുകൊണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലമായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അഥവാ കുളംബിക് ഫോഴ്സ് വഴിയാണ് ഇവ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സിമിലാരിറ്റി എന്ത് പറയാം? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓർ കുളംബിക് ഫോഴ്സ്. അതാണ് സാദൃശ്യം. ഇനി ഡിസിമിലാരിറ്റി ചോദിച്ചാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ അയോണിക് സോളിൽ സ്വതന്ത്ര അയോണുകളില്ല. അയോണുകൾ തമ്മിൽ വളരെ ഉയർന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വതന്ത്ര അയോണുകളുടെ അസാന്നിധ്യം ഉള്ളതുകൊണ്ട് ഖരാവസ്ഥയിൽ ഇവ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല, വൈദ്യുത ചാലകത ഇല്ല. എന്നാൽ ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും അയോണിക് ബോണ്ട് പൊട്ടുന്നു, അയോണുകൾ ഫ്രീ ആകുന്നു. തൽഫലമായി ഇതിന് വൈദ്യുത ചാലകതയുണ്ട്. എവിടെ? ഉരുകിയ അവസ്ഥയിലും അതുപോലെ ജലീയ ലായനിയിലും. അതുകൊണ്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓൺലി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ അക്വസ് സൊല്യൂഷൻ. ഇനി മെറ്റാലിക് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സോളിഡ് സ്റ്റേറ്റിൽ പോലും ഖരാവസ്ഥയിൽ പോലും ഇലക്ട്രോൺ എന്താണ്? ഫ്രീ ആണ്. ആ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം സോളിഡ് സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഖരാവസ്ഥയിലും ഉള്ളതുകൊണ്ട് ദേ ആർ കണ്ടക്ടേഴ്സ് ഈവൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈവൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഖരാവസ്ഥയിൽ പോലും വൈദ്യുത ചാലകതയുണ്ട്. ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ്. ഇനി വേറൊരു വ്യത്യാസം നമുക്ക് പറയാം. അയോണിക് സോളിനെ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും, അത് ബ്രിട്ടിലാണ്. ദാറ്റ് മീൻസ് അത് മാല്യബിൾ അല്ല, ഡക്ടൈൽ അല്ല. എന്നാൽ മെറ്റലിന്റെ പ്രത്യേകത എന്താ? അത് ബ്രിട്ടിൽ അല്ല. ഇവ അടിച്ചു പരത്താവുന്നതും വലിച്ചു നീട്ടാവുന്നതുമാണ്, മാല്യബിൾ ആൻഡ് ഡക്ടൈൽ. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അയോണിക് സോളിഡ് ആൻഡ് മെറ്റാലിക് സോളിഡ്. ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ്? എ റെഗുലർ 3-dimensional arrangement of particles in space is called crystal lattice. ഒരു ക്രിസ്റ്റലിലെ കണികകളുടെ ക്രമമായ ത്രിമാന തരത്തിലുള്ള ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ്. ഇങ്ങനെ നോക്കുമ്പോൾ 2-dimensional 5 സാധ്യതകളാണുള്ളത്. 5 possible 2-dimensional lattices. ഒരു ത്രിമാന തലത്തിൽ ഇതിന്റെ പരമാവധി പോസിബിലിറ്റി, മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് 14 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം 5 possible 2-dimensional lattices and 14 possible 3-dimensional lattices. ഈ 14 possible 3-dimensional lattices വിളിക്കുന്ന പേരാണ് ബ്രെവേസ് ലാറ്റിസ്. അപ്പൊ എന്താണ് ബ്രെവേസ് ലാറ്റിസ്? The 14 possible 3-dimensional lattices, സാധ്യമായ 14 തരത്തിലുള്ള ത്രിമാന ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ് ബ്രെവേസ് ലാറ്റിസ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്കറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, കണികകളുടെ ക്രമമായ ത്രിമാന തലത്തിലുള്ള ക്രമീകരണം. അപ്പോൾ ഇവിടെ കണികകൾ ഇരിക്കുന്ന സ്ഥാനങ്ങളെയാണ് ഈ ബ്ലാക്ക് ഡോട്ടുകൾ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഓരോ പോയിന്റിലുമാണ് ക്രമമായി കണികകൾ ഒരു ത്രിമാന തലത്തിൽ ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. എന്താ വിളിക്കുക? ലാറ്റിസ് പോയിന്റ്. അപ്പോൾ എന്താണ് ലാറ്റിസ് പോയിന്റ്? ഈച്ച് പോയിന്റ് ഇൻ ദ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ്. ഈ ലാറ്റിസുള്ള ഓരോ പോയിന്റുകളെയും വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. അപ്പോൾ ഈച്ച് പോയിന്റ് റെപ്രസെന്റ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ് കോൾഡ് ആറ്റംസ്, മോളിക്യൂൾ ഓർ അയോൺ. അപ്പോൾ എന്താണ് ലാറ്റിസ് പോയിന്റ്? ഈച്ച് പോയിന്റ് ഇൻ ദ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ്. അതെന്തിനെ കാണിക്കുന്നു? ഇറ്റ് റെപ്രസെന്റ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് യൂണിറ്റ് കോൾഡ് ആറ്റംസ്, മോളിക്യൂൾ ഓർ അയോൺ. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കണ്ടു. എന്താ? ഈച്ച് പോയിന്റ്, ഈ ഓരോ പോയിന്റും ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസൈറ്റ്. ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസൈറ്റ്. ഇനി ഈച്ച് പോയിന്റ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. ഈ ഓരോ പോയിന്റും എന്തിനെ കാണിക്കുന്നു? ആ ക്രിസ്റ്റലിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കണികകളെ കാണിക്കുന്നു. അത് ആറ്റമാകാം, മോളിക്യൂളാകാം, അല്ലെങ്കിൽ അയോണുകളാകാം. അപ്പോൾ ഈച്ച് പോയിന്റ് ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ. ഇനി ഈ ലാറ്റിസ് പോയിന്റിനെ എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വഴിച്ച് ജോയിൻ ചെയ്യുന്ന വിചാരിക്കുക. ഈ പോയിന്റ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നു. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഈ പോയിന്റിനെ എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കിട്ടുക? ആ ക്രിസ്റ്റലിന്റെ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻ ടു ബ്രിങ് അബൌട്ട് ദ ജോമെട്രി ഓഫ് ദ ലാറ്റിസ്. ഈ ലാറ്റിസ് പോയിന്റിനെല്ലാം സ്ട്രെയിറ്റ് ലൈൻ വഴി നമ്മൾ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ക്രിസ്റ്റലിന്റെ ജോമെട്രി അഥവാ ലാറ്റിസിന്റെ ജോമെട്രി കിട്ടും. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ഇസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസൈറ്റ്. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് represent a constituent particle called atoms, ions or molecule. Number 3, lattice points are joined by straight lines to bring about the geometry of the lattice. ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ദാറ്റ് മീൻസ് എ റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിനെ ഇങ്ങനെ തുടർച്ചയായി ഒരു 3-dimensional സ്പേസിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കും ഒരേ രീതിയിൽ. ഇതിനെ വിളിക്കുന്നവരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ ഒരു ബിൽഡിംഗ് യൂണിറ്റ് വേണം. ഈ കളേർഡ് ആയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യൂണിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ക്രിസ്റ്റൽ കിട്ടുക. അപ്പോൾ ഈ ക്രിസ്റ്റലിനെ ഉണ്ടാക്കാൻ ഒരു ബിൽഡിംഗ് യൂണിറ്റ് വേണമല്ലോ. അപ്പോൾ ഈ ബിൽഡിംഗ് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. സോ വാട്ട് യു മീൻ ബൈ യൂണിറ്റ് സെൽ? ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ഇനി ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ? പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരുന്നു എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പോയിന്റ് കോർണർ മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഒരു എക്സാമ്പിൾ, നമ്മളൊരു ക്യൂബിക് യൂണിറ്റ് സെൽ എടുക്കുന്നു. എല്ലാ സൈഡും ഈക്വൽ, എല്ലാ ആംഗിളും ഈക്വൽ 90 ഡിഗ്രി. ഓക്കെ, ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ. ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രം നമ്മൾ ലാറ്റിസ് പോയിന്റ് കാണിക്കും. അപ്പോൾ ഈ പോയിന്റ് ഓരോന്ന് എന്തിനെ കാണിക്കും? പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്ഥാനങ്ങളെ കാണിക്കും. ദാറ്റ് ഈസ് ലാറ്റിസ് പോയിന്റ്. അപ്പോൾ എത്ര ലാറ്റിസ് പോയിന്റ് കാണിച്ചു? എല്ലാ മൂലയിലും കാണിച്ചു. എത്ര മൂലയുണ്ട്? ക്യൂബിന് 8. അപ്പോൾ ഈ മൂലയിൽ മാത്രം പാർട്ടിക്കിൾ വന്നാൽ അത്തരം യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്നവരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അതിന്റെ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വരച്ചതൊരു ക്യൂബിക് സെല്ലാണ്. അതിന്റെ കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരച്ച് കാണിച്ചു. ആൻഡ് ദെർഫോർ primitive cubic or simple cubic is a typical example for primitive unit cell.
അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് ഇൻ സിമ്പിൾ ക്യൂബിക്? 8 കോർണറിൽ മാത്രം. സോ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് 8. ഈ ബ്ലാക്ക് ഡോട്ടുകളെല്ലാം പാർട്ടിക്കിൾ ഇരിക്കുന്ന പോയിന്റുകളെ കാണിക്കുന്നു, അഥവാ ലാറ്റിസ് പോയിന്റിനെ കാണിക്കുന്നു. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക്കിൽ എത്ര ലാറ്റിസ് പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും, എത്ര പറയും? 8 മൂലയിൽ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ടൈപ്പ് സെന്റേർഡ് യൂണിറ്റ് സെൽ. എന്താ വിളിക്കുക? സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെൽ? ഈ കോർണറിൽ പാർട്ടിക്കിൾ വരുന്നത് മിനിമം റിക്വയർമെന്റ് ആണ്. അത്രയും എല്ലാ യൂണിറ്റ് സെല്ലും ഉണ്ടാവും. ഇത് കൂടാതെ ഏതെങ്കിലും സെന്ററിലൂടെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ഓൾ കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് എനി ഓഫ് ദ സെന്റേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. എനി ഓഫ് ദി സെന്റേഴ്സ് ഓഫ് ദ യൂണിറ്റ് സെൽ. ഇത് 3 ടൈപ്പാണുള്ളത്. നമുക്ക് നോക്കാം. ഈ കോർണർ കൂടാതെ ഇതിന്റെ ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ വരുന്ന വിചാരിക്കാം. ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ, അതിനെ പറയുന്ന പേരാണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പൊ ഇൻ സച്ച് എ യൂണിറ്റ് സെൽ one constant particle is present at its body center besides the one present at its corners. കോർണറിൽ ഇരിക്കുന്നത് കൂടാതെ 8 കോർണറിലും ഉണ്ടല്ലോ, ക്യൂബിന് 8 മൂലകളാണുള്ളത്. ഇത് കൂടാതെ സെന്ററിലും കൂടി ഒരു പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇത് ബോഡിയുടെ സെന്ററിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന എക്സാമ്പിൾ ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അതിന്റെ ബോഡിയുടെ സെന്ററിലാണ് പാർട്ടിക്കിൾ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ബോഡി സെന്റേർഡ് ക്യൂബിക്, അല്ലെ ചുരുക്കി എന്ന് വിളിക്കും BCC. അപ്പോൾ ഒരു BCC ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക. എത്ര ലാറ്റിസ് പോയിന്റ് ഉണ്ട്? നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 8 കോർണറിലുണ്ട്, ശരിയല്ലേ? ഇത് കൂടാതെ ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് എന്ന് കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് ഇൻ body centered cubic or BCC is equal to 8 corner plus ബോഡിയുടെ സെന്റർ 1. അപ്പൊ എത്ര ലാറ്റിസ് പോയിന്റ്? 9. സിമ്പിൾ ക്യൂബിക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയുള്ളായിരുന്നു? 8. കാരണം അവിടെ കോർണറിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ബോഡി സെന്ററിൽ അഡീഷണൽ ആയിട്ട് ഒരു പാർട്ടിക്കിൾ ബോഡിയുടെ സെന്ററിൽ വരുന്നതുകൊണ്ട് 8 + 1 = 9. ഈ പടം നോക്കി. ഒരു യൂണിറ്റ് സെൽ, അതിന്റെ 8 കോർണേഴ്സും ലാറ്റിസ് പോയിന്റ് ആയിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കാണിച്ചു. ഇതുകൂടാതെ ഓരോ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾ ഇരിക്കുന്നു. ഇതൊരു ലാറ്റിസ് പോയിന്റ്. ഈ ഫേസിന്റെ സെന്ററിൽ ലാറ്റിസ് പോയിന്റ്, ഈ ഫേസിന്റെ സെന്ററിൽ ലാറ്റിസ് പോയിന്റ്, ഇനി താഴത്തെ ഫേസിന്റെ സെന്ററിൽ ഒരു ലാറ്റിസ് പോയിന്റ്. ഇനി ഒരു ഫേസ് നിങ്ങളെ നോക്കി നിൽപ്പുണ്ട്. ഈ ഫേസ്, ദിസ് വൺ. ഈ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, ദിസ് ഈസ് വൺ ലാറ്റിസ് പോയിന്റ്. ഇനി ഒരു ഫേസ് പോയിന്റിങ് എവേ ഫ്രം യു പീപ്പിൾ, നിങ്ങൾ നകന്നു നിൽക്കുന്ന ഒരു ഫേസ്, ഇത് അതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. അങ്ങനെ എല്ലാ ഫേസിന്റെ സെന്ററിലും ലാറ്റിസ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഏത് കൂടാതെ? കോർണേഴ്സ് കൂടാതെ. അങ്ങനെയാണെങ്കിൽ ഈ പിക്ചർ റെപ്രസെന്റ് എ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പൊ എന്താണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ? In such a unit cell, one constituent particle is present at the center of each face. Center of each face, besides the one present at its corners. ഓരോന്ന് കോർണറിലുണ്ട്. ഇത് കൂടാതെ ഓരോ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്നവരാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ ഒരു ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ല് നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് കണക്കാക്കാമല്ലോ. എന്താ ലാറ്റിസ് പോയിന്റ്? പോയിന്റ് ഓക്കുപൈഡ് ബൈ പാർട്ടിക്കിൾ ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ല് എത്രയൊക്കെ പോയിന്റിൽ പാർട്ടിക്കിൾ ഉണ്ട്? ഇവിടെ എവിടെയൊക്കെ ഉണ്ട്? 8 കോർണർ പ്ലസ് 6 ഫേസിന്റെ സെന്ററിലും ഉണ്ട്. സോ 8 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതായത് എല്ലാ ഫേസ് സെന്ററിലും പാർട്ടിക്കിൾ ഇല്ല, മറിച്ച് ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ് സെന്റർ, അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വരും. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ മാത്രം പാർട്ടിക്കിൾ വരും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇതൊരു ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലേ? അപ്പൊ അതിന്റെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ മാത്രം പാർട്ടിക്കിൾ കാണിച്ചു. അതുകൊണ്ട് ഈ എക്സാമ്പിളിനെ എന്ത് വിളിക്കാം? എൻ സെന്റേർഡ് ക്യൂബിക് ഓർ ECC. അപ്പൊ എന്താ പ്രത്യേകത? ഇൻ സച്ച് എ യൂണിറ്റ് സെൽ വൺ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് faces
besides the one present at its corners. Therefore, number of lattice point in ECC. Number of lattice point in ECC. പറയൂ 8 corner plus 2 face centers. ആ face center പ്രത്യേകം എന്താ? Opposite. So 10. Lattice point, simple cubic 8. BCC കണ്ടു. 8 plus 1 9. FCC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 8 plus 6 14. And end centered 8 plus 2 10. അപ്പോൾ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ് ആസ് വെൽ ആസ് സെന്റേർഡ്, ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് എവിടെ കിട്ടി നമുക്ക്? FCC. ഇനി ഒരു യൂണിറ്റ് സെല്ലിനെ സവിശേഷമാക്കുന്നത് എന്താണ്? എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. യൂണിറ്റ് സെൽ ഏത് ടൈപ്പാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് രണ്ട് അളവുകളാണ് വേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് ദ 2 പാരാമീറ്റേഴ്സ് ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന്റെ രണ്ട് അളവുകൾ. ഒന്ന്, ഡയമെൻഷൻ അലോങ് ദി 3 എഡ്ജസ്. ഈ 3 എഡ്ജിലേക്കുള്ള നീളങ്ങൾ. സൗകര്യപൂർവ്വം എ എന്നും ബി എന്നും സി എന്നും നമുക്കെടുക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണ് എഡ്ജ് ലെന്ത്. എന്താ വിളിക്കുക? എഡ്ജ് ലെന്ത്. ദാറ്റ് മീൻസ് ദ ഡയമെൻഷൻ അലോങ് ദ 3 എഡ്ജസ്. രണ്ടാമത്, ഈ എഡ്ജുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ്. ഇതാണ് രണ്ടാമത്തെ അളവ്. ഉദാഹരണത്തിന്, ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് ആൽഫ. അതേപോലെ എ ആൻഡ് സി, ലെറ്റ് ഇറ്റ് ബി ബീറ്റ. എ ആൻഡ് ബി, അത് ഗാമ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ് represented as alpha, beta and gamma. അപ്പോൾ എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, ഒരു യൂണിറ്റ് സെല്ലിനെ സവിശേഷമാക്കുന്നത് ഒന്ന്, അതിന്റെ 3 എഡ്ജിലേക്കുള്ള നീളം. അതിനെ എഡ്ജ് ലെന്ത് എന്ന് വിളിക്കും. എ ബി സി എന്ന് രേഖപ്പെടുത്താം. രണ്ടാമത്, ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസ്, ഈ വശങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോണുകൾ. അതിനെ ആൽഫ, ബീറ്റ, ഗാമ എന്നെടുത്തിരിക്കും. ബിയും സിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് ആൽഫ എന്നും എയും സിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്നും എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഗാമ എന്നും എടുക്കാം. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ രണ്ട് പാരാമീറ്റേഴ്സ്, എഡ്ജ് ലെന്ത് എ ബി സി, ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസ് ആൽഫ, ബീറ്റ, ഗാമ, ഇവയുടെ വിലകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 7 തരം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ we have 7 crystal system. 7 crystal system ആണുള്ളത്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഒന്നാമത് ക്യൂബിക് സിസ്റ്റം. അതിൽ പ്രത്യേകത എന്താ? നമുക്കറിയാം, ഒരു ക്യൂബ് ആകുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ദാറ്റ് ഈസ് കോൾഡ് എ ക്യൂബിക് സിസ്റ്റം. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലൻഡ്, ഇസഡനസ്, കോപ്പർ മുതലായവ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ക്യൂബിക് പാറ്റേണിലാണ്. ഇതിന് 3 വേരിയൻസ് ആണുള്ളത്. പ്രിമിറ്റീവ് ആകാം, കോർണറിൽ മാത്രം വരുന്നയാകാം, അതുകൂടാതെ ബോഡിയുടെ സെന്ററിൽ വരുന്ന ബോഡി സെന്റേർഡ് വരാം, എല്ലാ ഫേസിന്റെ സെന്ററിലും വരാം, ഫേസ് സെന്റേർഡും വരാം. ഇനി ഏതെങ്കിലും ഒരു സൈഡ് നീള കൂടുതലാണെന്ന് വിചാരിക്കുക. ക്യൂബിനെ അപേക്ഷിച്ച് ഒരു സൈഡ് നീള കൂടുതലാണ്. അതായത് എ ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. പക്ഷെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. ഒരു വ്യത്യാസം, ഒരു സൈഡ് മാത്രം ഡിഫറൻറ്റ്. അത്തരത്തിലുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തെ വിളിക്കുന്നവരാണ് ടെട്രാഗണൽ. ഇത് 2 ടൈപ്പാണ്. കോർണറിൽ മാത്രം വരുന്ന പ്രിമിറ്റീവ് ഉണ്ട്, ബോഡിയുടെ സെന്ററിൽ വരുന്ന ബോഡി സെന്റേർഡ് ഉണ്ട്. ഉദാഹരണത്തിന് വൈറ്റ് ടിൻ, അതുപോലെ ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ് എന്നിവ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ടെട്രാഗണൽ രീതിയിലാണ്. ക്യൂബിക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ സൈഡും വ്യത്യസ്തമായിട്ട് കാണാം. എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. പക്ഷെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിനെ വിളിക്കുന്നവരാണ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് ഇത് 4 ടൈപ്പാണ്. പ്രിമിറ്റീവ് വരാം,
ബോഡി സെന്റേഡ് വരാം, ഫേസ് സെന്റേഡ് വരാം, എൻഡ് സെന്റേഡ് വരാം. പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഡിഫറൻറ്റ്, പക്ഷെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. ഫോർ എക്സാമ്പിൾ, സൾഫർ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് ഓർത്തോറോംബിക് ഫോമാണ്. അതുകൊണ്ട് സൾഫറിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിനെ റോംബിക് സൾഫർ എന്ന് നമ്മൾ വിളിച്ചു. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്, ഇതെല്ലാം ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഗ്രാഫൈറ്റ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്, ഗ്രാഫൈറ്റിന് പ്രത്യേകം എന്താ? ഒരു ഹെക്സണൽ റിംഗ് ആയിട്ടാണ് വരുന്നത്. ഗ്രാഫൈറ്റ് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഡിഫറൻ്റ് ആണ്, രണ്ട് സൈഡ് ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, അത് 90 ഡിഗ്രിയാണ്. എന്നാൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ആൻഡ് സച്ച് എ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് കോൾഡ് ഹെക്സഗണൽ. ഫോർ എക്സാമ്പിൾ, ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. ഇവിടുത്തെ യൂണിറ്റ് സെൽ ഡയമെൻഷൻ പറയൂ. രണ്ട് സൈഡ് ഈക്വൽ, എ ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി. Two angles are equal, alpha and beta. That's equal to 90 degree. But the third angle, gamma, is equal to 120 degree. Mercuric sulfide, calcium carbonate, calcite crystals ഒക്കെ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിലെ എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും ഈക്വൽ ആണ്, പക്ഷെ 90 ഡിഗ്രി അല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതിനെ വിളിക്കുന്നവരാണ് റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ. റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ. ഇതിനും ഒരു വേരിയേഷനേ ഉള്ളൂ, കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ വരൂ, പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇനി സൾഫർ തന്നെ മോണോക്ലിനിക് ഫോം ഉണ്ട്. അതുപോലെ സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, ഇത് ക്രിസ്റ്റലൈസ് ചെയ്താൽ ആ ക്രിസ്റ്റൽ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് മോണോക്ലിനിക്. ഇതിന് രണ്ട് വേരിയേഷൻ ഉണ്ട്. കോർണറിൽ മാത്രം വരുന്ന പ്രിമിറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസ് സെന്ററിൽ വരുന്ന ടൈപ്പും ഉണ്ട്. അതുകൊണ്ട് എൻ സെന്റേർഡ് യൂണിറ്റ് സെല്ലും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത, ക്യൂബിക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഡിഫറൻ്റ് ആണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, ആൽഫയും ഗാമയും ഈക്വൽ ആണ് 90 ഡിഗ്രി, പക്ഷെ ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ്സ് എ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ആൻഡ് ദിസ് ഈസ് കോൾഡ് മോണോക്ലിനിക്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിമെട്രി എലമെന്റും ഇല്ലാത്തത്, റൊട്ടേഷണൽ സിമെട്രിയേ ഇല്ല, ഒരു സിമെട്രി എലമെന്റും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഡിഫറൻറ്റ്, എല്ലാ ആംഗിളും ഡിഫറൻ്റ് ആണ്, 90 ഡിഗ്രി അല്ല. ഫോർ എക്സാമ്പിൾ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽ, കോപ്പർ സൾഫേറ്റ് പെൻഡാഹൈഡ്രേറ്റ്, ബ്ലൂ വിട്രിയോൾ, ബോറിക് ആസിഡ് H3BO3, ഇത് ക്രിസ്റ്റലൈസ് ചെയ്താൽ ആ ക്രിസ്റ്റൽ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ട്രൈക്ലിനിക്. ഇതിലെ യൂണിറ്റ് സെൽ ഡയമെൻഷൻ എ നോട്ട് ഈക്വൽ ടു ബി, നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ, നോട്ട് ഈക്വൽ ടു ഗാമ, അഗെയിൻ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ സിമെട്രി എലമെന്റ് ഒന്നുമില്ല. ഇതിന് ഒറ്റ വേരിയേഷനേ ഉള്ളൂ, പ്രിമിറ്റീവ്. അപ്പോൾ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഉപയോഗിച്ച് നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റമാണുള്ളത്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇതിൽ ഏറ്റവും സിമെട്രിക് ആയിട്ടുള്ളത് ക്യൂബിക്, അൺസിമെട്രിക് ആയിട്ടുള്ളത് ട്രൈക്ലിനിക്. ഇപ്പോൾ ഹെക്സഗണലിന് ഒറ്റ വേരിയന്റേ ഉള്ളൂ, പ്രിമിറ്റീവ്, കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരുന്നു. ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നോക്കിയേ, ഇതിന്റെ ഈ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കോർണറിലാണ് ഈ പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം ഇത് കിട്ടുമോ? ഇതിന്റെ ഫ്രണ്ടില് ഒരു യൂണിറ്റ് സെൽ ഉണ്ട്, ഇതിന്റെ ബാക്കിൽ ഒരു യൂണിറ്റ് സെൽ ഉണ്ട്, അല്ലേ? ഇതിന്റെ ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ട്, ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ട്, 4. അതേപോലെ 4 ഈ പ്ലെയിനാണ് നമ്മൾ എടുത്തത്, ഈ പ്ലെയിൻ, അവിടെ 4 തൊട്ട് 4 യൂണിറ്റ് സെൽ ഇല്ലേ? ഇതിന്റെ മേളിൽ ഇതുപോലെ 4 വരത്തില്ലേ? അതിലും ഇതിന്റെ ഈ യൂണിറ്റ് സെൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ? അപ്പോൾ ഈ കോർണറിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആക്ച്വലി 8 വീതിച്ചു പോകും. അപ്പോൾ യു വിൽ ഗെറ്റ് ഓൺലി 1/8 ടുവേഴ്സ് 1 യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിന് ഇതിന്റെ 1/8 മാത്രമേ കിട്ടൂ ഫ്രം കോർണർ. സോ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഫ്രം കോർണർ ഈസ് ഈക്വൽ ടു 1/8. നേരെ മറിച്ച് ബോർഡിന്റെ സെന്ററിലാണ് ഇരിക്കുന്നതെങ്കിലോ, ഏതെങ്കിലും ഒരു യൂണിറ്റ് സെല്ലിന്റെ ബോഡിയുടെ സെന്ററിൽ ഇരുന്നാൽ അത് വേറെ ഒരു യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യില്ല. സോ ദാറ്റ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ബോഡി സെന്റർ 1, കോർണറിൽ നിന്ന് എത്ര കിട്ടൂ? 8-1 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ 8 യൂണിറ്റ് സെല്ലിന് വിധിച്ചു. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് എനി 1 യൂണിറ്റ് സെൽ ഈസ് 1/8. കാരണം ഒരു 3 ഡയമെൻഷനിൽ ഒരു കോർണർ എത്ര യൂണിറ്റ് സെല്ലിൽ ചേർന്നതാണ്? ഈ ഒരു കോർണറാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കാം.
ഈ ഒരു കോണർ. ഈ കോണർ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ യൂണിറ്റ് സെൽ, താഴെയും 2 യൂണിറ്റ് സെൽ, ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും മുകളിൽ 2 അപ്പോൾ ടോട്ടൽ 8 യൂണിറ്റ് സെൽ ചേർന്നാണ് ഓരോ കോർണറും വരിക. അപ്പോൾ കോർണർ എന്നുള്ള ഒരു പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെല്ലിന് എത്രയേ വരൂ? 1/8. എന്നാൽ ഫേസിന്റെ സെന്ററിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നതിരിക്കുക. ഈ ഒരു ഫേസിന്റെ സെന്ററിൽ ഇരിക്കും. അപ്പോൾ പകുതി ഈ യൂണിറ്റ് സെല്ലും കിട്ടും, പകുതി ഇപ്പുറത്തെ യൂണിറ്റ് സെല്ലും കിട്ടും. സോ ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഫേസ് സെന്റർ ഈസ് ഹാഫ്. ഫേസിന്റെ സെന്റർ എന്നുള്ള കോൺട്രിബ്യൂഷൻ ഹാഫ്, ബോഡിയുടെ സെന്റർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 1, കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിന്റെയും പാർട്ടിക്കിളിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ. ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലും ആ യൂണിറ്റ് സെല്ലില് എത്ര പാർട്ടിക്കിൾ വീതം കിട്ടും എന്നും കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് നമ്പർ 1 സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക്കിൽ പാർട്ടിക്കിൾ എവിടെ മാത്രമേ ഉള്ളൂ? കോർണറിൽ മാത്രമേ ഉള്ളൂ. വാട്ട് ഇസ് എ കോൺട്രിബ്യൂഷൻ ഫ്രം കോർണർ? നമ്മൾ കണ്ടു, കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8. അങ്ങനെയാണെങ്കിൽ എത്ര കോർണറിൽ പാർട്ടിക്കിൾ ഉണ്ട് സിമ്പിൾ ക്യൂബിക്കിൽ? 8 കോർണർ. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 8 into 1/8 is equal to 1. And this is taken as Z. What is Z? Number of atom per unit cell. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ is equal to 1. What is the calculation? 8 corners. Contribution from each corner 1/8. 8 മൂലയിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഓരോ കോർണറിനുള്ള കോൺട്രിബ്യൂഷൻ ഒരു യൂണിറ്റ് സെല്ലിന് എത്രയെ കിട്ടൂ? 8. അപ്പോൾ 8 കോർണറിൽ നിന്ന് 8 into 1/8 that is equal to 1. ഇനി നമ്പർ 2 കാൽക്കുലേറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് സെൽ ഇൻ BCC. BCCയിൽ ഒരു യൂണിറ്റ് സെൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 8 കോർണറിൽ കൂടാതെ ഒരു ബോഡിയുടെ സെന്ററിലുണ്ട്. കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടു, എത്രയാ? 1/8. ശരിയല്ലേ? അപ്പോൾ 8 കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 8 into 1/8. ക്ലിയർ അല്ലേ? ഇനി ബോഡിയുടെ സെന്റർ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ കണ്ടല്ലോ. ബോഡിയുടെ സെന്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ മൊത്തത്തിൽ ആ യൂണിറ്റ് സെല്ലിന് കിട്ടും. അപ്പോൾ അതിന്റെ കോൺട്രിബ്യൂഷൻ 1 തന്നെ. അപ്പോൾ 1 into 1 1. So 1 plus 1 2. Therefore Z equal to 2 for BCC. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ Z നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1, BCCയിൽ എത്ര കിട്ടി? 2. ഇതേപോലെ നമ്പർ 3 ഫേസ് സെന്റേഡ് ക്യൂബിക്. ഫേസ് സെന്റേഡ് ക്യൂബിക്കിൽ പാർട്ടിക്കിൾ 8 കോർണർ കൂടാതെ 6 ഫേസിന്റെ സെന്ററിലും വരും. കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടു 1/8. ഫേസിന്റെ കോൺട്രിബ്യൂഷൻ ഒരു ഫേസുമായിട്ട് മറ്റൊരു ഫേസേ ഒട്ടു. അപ്പോൾ പകുതി ഒരു യൂണിറ്റ് സെല്ലും കിട്ടും, പകുതി മറ്റേ യൂണിറ്റ് സെല്ലും കിട്ടും. സോ ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഫേസ് സെന്റർ ഹാഫ്. അപ്പോൾ 8 കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 8 into 1/8. 6 ഫേസ് എന്നുള്ള കോൺട്രിബ്യൂഷൻ 6 into 1/2. അപ്പോൾ 1 plus 3 എന്ന് കിട്ടും. എത്രയാ? 4. അപ്പോൾ Z equal to 4. എവിടെ? FCC. അപ്പോൾ ഓർത്ത് വെച്ചേക്ക, സിമ്പിൾ ക്യൂബിക് 1, BCC 2, FCC 4. ഇനി എൻ സെന്റേഡ് ക്യൂബിക്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? 8 കോർണർ കൂടാതെ ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ് സെന്റർ. കോർണർ എന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8. അപ്പോൾ 8 കോർണറിൽ നിന്ന് 8 into 1/8. എത്ര ഫേസിലെ പാർട്ടിക്കിൾ ഉള്ളൂ? ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ 2 into ഫേസ് എന്നുള്ള കോൺട്രിബ്യൂഷൻ 1/2. അപ്പോൾ 1 plus 1 again 2. അപ്പോൾ Z equal to 2. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് 6 അസൈൻമെന്റ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതിന്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുമല്ലോ. ബാക്കി ഭാഗം അടുത്ത ഒളിയത്തിൽ.